നമ്മൾ ഒരുപാട് കാലമായി പറയുന്നു പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കുന്നു. അതിനെതിരെ നമ്മൾ ജാഗ്രതയായിട്ടിരിക്കണം. ഈ തട്ടിപ്പ് പല രീതിയിൽ വരും. ഇപ്പോഴിതാ ഒരു തട്ടിപ്പിൻ്റെ വാർത്ത വരുന്നു. പ്രശസ്ത ഗായിക അമൃത സുരേഷ് ഓൺലൈൻ തട്ടിപ്പിന് വിധേയമായി എന്നാണ് പറയുന്നത്. 47,000 രൂപ അമൃതയിൽ നിന്ന് തട്ടിയെടുത്തു. വാട്സപ്പിലൂടെ ഒരു അടുത്ത ബന്ധുവിൻ്റെ പേരിലാണ് പണം ആവശ്യപ്പെട്ടത്. അതൊരു സ്ഥിരം തന്ത്രമാണ്. നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നെ ഈ ഇടയ്ക്ക് PC തോമസിൻ്റെ പേരിൽ ഒരു സന്ദേശം വന്നല്ലോ. അദ്ദേഹത്തിന് പൈസ ആവശ്യമുണ്ട്, ഒരിത്തിരി പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ച് പൈസ അയച്ചു തരണം. അപ്പോൾ ഞാനപ്പോൾ തന്നെ PC തോമസിനെ വിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും സന്ദേശം അയച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ പണം അയച്ചു കൊടുക്കരുത്. കാര്യം തട്ടിപ്പാണ്. ഇപ്പോൾ ഒരു 40,000 രൂപ പണം ആദ്യം അമൃത സുരേഷ് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും റിക്വസ്റ്റ് വന്നു, ഒരു 30,000 രൂപ കൂടി വേണം എന്ന്. അമൃത തന്നെ പറയും സംഭവിച്ചത്. ഞാൻ സ്റ്റുഡിയോയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പൊക്കമുള്ള ഒരു ചേച്ചി. ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ്. എനിക്ക് വാട്സാപ്പിൽ കേട്ടോ. അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്, എനിക്ക് ഒരു 45,000 റുപ്പീസ് വേണം, എമർജൻസിയാണ്, എൻ്റെ UPIക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ UPI വർക്ക് ചെയ്യണില്ല, ഈ ഒരു ID-യിലോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പം തന്നെ പൈസ 45,000 അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ചിരിച്ചിരിക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുത്തു. എന്നിട്ട് അപ്പം ചേച്ചി അപ്പം തന്നെ മെസ്സേജ് വന്നു, താങ്ക് യു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത മെസ്സേജ് വന്നു, ഞാനത് കാണിച്ചു തരാം കേട്ടോ, ഇതിനകത്ത് നമുക്ക് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത മെസ്സേജ് വന്നു, ഒരു 30,000 കൂടെ ഇടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചേച്ചിനെ വീഡിയോ കോൾ വിളിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അയക്കാൻ. ഞാൻ തന്നെ അപ്പം തന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കും വീഡിയോ കോൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ വേഗം ചേച്ചീനെ നോർമൽ കോൾ വിളിച്ചപ്പോൾ ചേച്ചി അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അമ്മൂ, എൻ്റെ ഫോൺ, എൻ്റെ വാട്സപ്പ് ആരാണ്ട് ഹാക്ക് ചെയ്തു, കുറേ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ എന്ന്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. നമ്മൾ ചെറിയൊരു അലംഭാവം കാണിച്ചാൽ നമ്മുടെ പൈസ പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഗായിക അമൃത സുരേഷിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ മരിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ വാട്സപ്പിൽ ഇങ്ങനെ വരുന്ന സന്ദേശങ്ങൾ സെറ്റായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും അയച്ചു കൊടുക്കരുത്. നിങ്ങളുടെ നമ്പർ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇമെയിൽ ID മനസ്സിലാക്കാനും അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് നെറികെട്ട ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പൈസ ആവശ്യം വന്ന് വാട്സപ്പിൽ സന്ദേശം വന്നാൽ നിങ്ങൾ അവരോട് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അയക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. ശ്യാംകുമാർ, അമൃതയ്ക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്യാം. നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലതവണ ഈ തട്ടിപ്പുകൾ ഏതൊക്കെ രീതിയിലാണ് നടത്തുന്നതെന്നും എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഉള്ള വിശദാംശങ്ങളൊക്കെ പങ്കുവച്ചതാണ്. പക്ഷേ പലരും തട്ടിപ്പിന് വീണ്ടും വീണ്ടും തലവെച്ച് കൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഗായിക അമൃത സുരേഷിന് സംഭവിച്ചത് അത് തന്നെയാണ്. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ പേര് പറഞ്ഞാണ് ആ തട്ടിപ്പ് നടന്നത്. തിരക്കിലായതിനാൽ അവരത് തിരക്കാൻ പോയുമില്ല, പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആ തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷെ അപ്പോഴേക്കും പണം പോയിരുന്നു. ഏതായാലും ഈ തട്ടിപ്പിനിരയായ വിവരം അവർ കൂടുതൽ പേർ തട്ടിപ്പിന് ഇനി ഇരയാകാതിരിക്കാൻ അവർ തന്നെ തനിക്കുണ്ടായ അനുഭവവും വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 45,000 രൂപയാണ് അമൃതയുടെ കയ്യിൽ നിന്നും പോയത്. ഈ പണം കിട്ടിയ ഉടൻ 30,000 രൂപ കൂടി ചോദിക്കാനും ആ തട്ടിപ്പുകാരൻ തയ്യാറായി. പക്ഷെ ആ സമയത്ത് ഫോൺ വിളിച്ച് ചോദിക്കാൻ അമൃത തയ്യാറായതാണ് കൂടുതൽ പണം പോകാതെ രക്ഷപ്പെടാൻ ഇടയാക്കിയതെന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. SKN. ഓക്കെ, എന്തായാലും അമൃതയ്ക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ. പൈസ പോയി, ഇപ്പം 45,000 എന്തായാലും ഇനി തിരിച്ചു പിടിക്കാൻ നോക്കില്ല. അപ്പോൾ ഇനി നമുക്ക് മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഓർമ്മിക്കുക, അമൃത സുരേഷിൻ്റെ പൈസ ഇങ്ങനെ ഒരുപാട് പേരുടെ പോയിട്ടുണ്ട്. പല ആൾക്കാരും മാനാഭിമാന ബോധം കൊണ്ട് പുറത്ത് പറയാത്ത, പോയതോ പോയി, ഇനിയുള്ള മാനം കൂടി പോകണ്ടെന്ന് വിചാരിച്ച് ആൾക്കാർ പറയാതിരിക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ കാലം, അതായത് ടെക്നോളജി ഒരുപാട് വളർന്നു, കമ്പ്യൂട്ടർ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നു, IT-യുടെ ലോകത്ത് നമ്മൾ പൂർണ്ണമായും വിധേയമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഏത് രീതിയിലും തട്ടിപ്പ് പല രീതി വരും. അപ്പോൾ തട്ടിപ്പ് വന്ന് വീട്ടിൽ കയറാതിരിക്കാനും തട്ടിപ്പ് വാട്സപ്പിലേക്ക് കയറാതിരിക്കാനും പരമാവധി ശ്രമിക്കുക. വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നതും വാട്സപ്പൊക്കെ വലിയൊരു രഹസ്യ വസ്തുവായിട്ടൊന്നും നമ്മൾ ഈ കാലത്ത് സൂക്ഷിച്ചിട്ടൊരു കാര്യമില്ല. നല്ല ഹാക്കർമാർ മര്യാദയ്ക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.